ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രവീന്ദ്രൻ ശ്രുതിയുടെ ഇളയച്ചനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരാത്തതെന്ന്. അന്നേരം ആ ഇളയച്ചൻ മനസ്സിലോർക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കഥ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇവിടെ പറഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഉടനെ അയാൾ പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അച്ഛൻ രണ്ടാമതൊരു ചെറുപ്പക്കാരി പെണ്ണിനെ കെട്ടി. അത് മക്കൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആണ് മക്കളും അച്ഛനും ഒക്കെ ആയിട്ട് തമ്മിൽ ഒരു സ്നേഹമില്ലാതെ പിരിഞ്ഞു നിൽക്കുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ദൈവമേ, ഞാൻ പറഞ്ഞു കൊടുക്കാത്ത കഥയൊക്കെയാണോ എല്ലോ ഇയാൾ ഈ പറഞ്ഞൊപ്പിക്കുന്നതെന്ന്. എന്തിൻ്റെ കേടാ ഇയാൾക്കെന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയും അതിനെന്താ, അദ്ദേഹത്തിനൊരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ രണ്ടാമതൊന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് മക്കളിപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ഇളയച്ചൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ഓർക്കൂ, നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം വേറൊരു ചെറുപ്പക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ മക്കൾക്ക് എന്ത് തോന്നുമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി ഒന്ന് വല്ലാതാകുന്നുണ്ട്. അന്നേരം ബാക്കി എല്ലാവരും എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. അതിന് മുമ്പ് ശ്രുതിക്കൊരു ഫോൺ വരുന്നുണ്ടായിരുന്നു. ശ്രുതി ചെന്ന ഫോൺ എടുക്കുന്നുണ്ട്. അമ്മയാണ് വിളിക്കുന്നത്. എന്താ അമ്മയെ വിളിച്ചത്? ഞാനിവിടെ ഇച്ചിരി ബിസിയാണ്, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അന്നേരം അമ്മ മതിയെന്ന് പറഞ്ഞതായിരിക്കാം. അന്നേരത്തേന് ശ്രുതി പറയും അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, അസുഖം വല്ലതും കൂടുകയോ വല്ലതും ചെയ്തോ എന്നൊക്കെ ചോദിക്കും. ഇല്ല മോളെ എന്നായിരിക്കും പറഞ്ഞെന്ന് തോന്നുന്നേ. അന്നേരം എന്നാൽ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി തിരിച്ചു വരുമ്പോഴാണ് ഈ അമ്മയുടെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ മരിച്ചു പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടുള്ള വിശദീകരണം ഇളയച്ചൻ കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേനും ശ്രുതി പറയും എന്താ ഇളയച്ച ഇങ്ങനെ പറയുന്നത്, എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നും ഇല്ലെന്ന്. അന്നേരം അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് നിൻ്റെ അമ്മ മരിച്ചു പോയെന്ന് രവീന്ദ്രൻ ചോദിക്കും. അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞ്, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയാണ്, അമ്മ മരിച്ചു പോയെന്ന് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരു കള്ളക്കരച്ചിലങ്ങ് പാസ്സാക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. എന്നിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ കരയൊന്നും വേണ്ട, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ടല്ലോ, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് കരുതുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ആശ്വസിപ്പീരാണ്. അത് കാണുമ്പോഴത്തേന് അച്ഛമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നീട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതി ചേച്ചി ഓക്കെ ആയോന്ന്. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അന്നേരം രേവതി പറയും അല്ലെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചെന്നൊക്കെ കേൾക്കുമ്പോഴും അതൊക്കെ അനുഭവിക്കുന്നത് ഭയങ്കര ദുഃഖമുള്ള കാര്യമാണ്, ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ അച്ഛനും ഞങ്ങളെ ഭയങ്കര ജീവനായിരുന്നു, അപ്പോൾ അച്ഛൻ പോയപ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. അതൊന്നും കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അന്നേരത്തേന് ശ്രുതിയോട് ചന്ദ്രമതി ഉടനെ പറയും മോളെ ഞാൻ നിന്നെ മോളെ പോലെ കരുതുന്നേ, നീ അമ്മയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് അമ്മയാണ് എന്നൊക്കെ പറയും. അന്നേരത്തേന് അച്ഛമ്മ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അച്ഛമ്മ എന്നെ ചോദിക്കും നീ ശ്രുതിക്ക് മാത്രമല്ല അമ്മ, വർഷയ്ക്കും രേവതിക്കുമാണെന്ന്. ഉടനെ ചന്ദ്രമതി പറയും ഞാൻ വർഷയ്ക്കും അമ്മയാണല്ലോ എന്ന്. അതിനെ രേവതിക്ക് അമ്മ ആകത്തില്ലേന്ന് ചോദിക്കും. അതല്ല രേവതിക്ക് അമ്മയുണ്ടല്ലോ എന്ന് പറയും. അന്നേരം പിന്നെ വർഷയ്ക്ക് അമ്മയില്ലേന്ന് ചോദിക്കും. അന്നേ വർഷ പറയും എൻ്റെ ദൈവമേ എനിക്കിനി ഒരുപാട് അമ്മയൊന്നും വേണ്ട, എനിക്ക് ഒരമ്മ മതി. ആ അമ്മ തന്നെ എന്നെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, അതിനിടയിൽ എനിക്ക് വേറൊരു അമ്മയും കൂടെ വേണ്ട, ആ അമ്മയ്ക്ക് പകരം ആൻറ്റി എപ്പോഴും എനിക്ക് ആൻറ്റിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അച്ഛമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അച്ഛമ്മ ഉടനെ ചന്ദ്രമതിയെ നോക്കുമ്പോൾ ചന്ദ്രമതി ആകെ ചമ്മിയിരിക്കണം. അതിനിടെ അച്ഛമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് കരിമ്പ് എടുത്തുകൊണ്ട് വരാനായിട്ട്. കരിമ്പ് ശ്രുതി നോക്കിയിട്ട് ഓടിക്കാനേ പറ്റുന്നില്ല. ഉടനെ സച്ചിയാണ് അതെടുത്ത് ഓടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊന്ന് ചവച്ച് തിന്നാൻ പോലും ശ്രുതിക്ക് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും അല്ലെങ്കിൽ സച്ചിക്ക് ഇതൊക്കെ ചെറുപ്പം തൊട്ടേ അറിയാം, അതുകൊണ്ട് അവൻ അത് ചെയ്തെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേന് ഇളയച്ചൻ പറയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മട്ടൻ ചാപ്സുരൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഇന്ന് ഞെട്ടും. അത് ആ സമയത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇങ്ങനെ ഇയാൾ എന്ത് പറഞ്ഞാലും അവസാനം ആടിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ രവിയേട്ട ഇയാൾ എന്ത് പറഞ്ഞാലും അവസാനം ആടിൽ വന്ന് നിൽക്കുന്നത്. അതാ ഞാനും ഓർക്കുന്നതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. ശ്രുതിയോട് ഇളയച്ചൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതുപോലും വലിച്ചു പറിച്ച് തിന്നാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ നീ എങ്ങനെയാ ഒരു പൂത്തിൻ്റെ കാലൊക്കെ തിന്നുന്നതെന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും ഞെട്ടും. അന്നേരം പറയും പൂത്തിൻ്റെ കാലിലാണെങ്കിൽ ഒത്തിരി ഇറച്ചിയൊക്കെ ഇരിക്കും,
അന്നേരം ആ ഇറച്ചി മാത്രമല്ല ബാക്കി എല്ലാം കൂടെ കൂടി കടിച്ച് പറിച്ച് തിന്നണം, എന്നാൽ എല്ലിൻ്റെ അകത്തിരിക്കുന്നതൊക്കെ തിന്നേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആടിൻ്റെ എല്ലിനാണോ പോത്തിൻ്റെ എല്ലിനാണോ കട്ടി കൂടുതൽ, എല്ലാവരും മറുപടി പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇളവരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ണും തള്ളിയിരിക്കുകയാണ്. ഇതെന്നാ ഇങ്ങനെ പറയുന്നത്, മലേഷ്യയിലും ഇതൊക്കെ തന്നെയാണോ പരിപാടി എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അല്ല എന്ന് പറഞ്ഞ് ശ്രുതി കിടന്ന് ഉരുളുന്നുണ്ട്. ഇളയച്ചൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാകുന്നത്, വന്ന് കിടന്നോ, ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഉറങ്ങുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ വലിച്ചു പൊക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോഴത്തേന് അയാൾ പറയും വേണ്ട, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഞാൻ അങ്ങനെ പകൽ കിടന്ന് ഉറങ്ങാറില്ലെന്ന്. അപ്പോൾ സച്ചി ഉടനെ പറയും എന്നാൽ വാ ഇളയച്ച, നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങിയേച്ചൊക്കെ വരാം, ഇവിടുത്തെ പ്രകൃതിയൊക്കെ കണ്ടേച്ച് വരാമെന്നൊക്കെ പറയും. എന്നാൽ ഞാനും വരാം, എനിക്ക് ഇവിടെ നിന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേന് ശ്രുതി മാക്സിമം പറയുന്നുണ്ട് വേണ്ട ഇളയച്ച, ഇവിടെ ഒന്നും കാണാനില്ലെന്ന്. അപ്പോഴത്തേന് സച്ചി പറയും നിനക്ക് എങ്ങനെ അറിയാം, ഇവിടെയൊക്കെ ഒത്തിരി കാണാനുണ്ട്, വാ ഇളയച്ച എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സച്ചിയുടെ കൂടെ ഇളയച്ചൻ പുറത്തേക്ക് പോകുന്നത് ശ്രുതിക്ക് പേടിയാണ്. അപ്പോൾ ശ്രുതി ഉടനെ ശ്രുതിയോട് പറയും ശ്രുതി ഒന്ന് കൂടെ ചെല്ലെന്ന് പറഞ്ഞാൽ ശ്രുതി പറയും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. ഉടനെ ശ്രുതി സമ്മതിക്കത്തില്ല, ഇവരുടെ കൂടെ ചെല്ലെന്ന് പറഞ്ഞ് തെള്ളി വിടുന്നുണ്ട്. ശ്രുതി വിടുന്നതനുസരിച്ച് ശ്രുതി മനസ്സോടെ അങ്ങ് ഇവരുടെ കൂടെ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴത്തേന് ഇളയച്ചൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വെള്ളം പൊങ്ങിയ വീടുകളിലൊക്കെ വെള്ളം കയറുമോ, എൻ്റെ വീട്ടിൽ ഇന്നാളൊന്ന് കയറിയെന്ന്. ഇവരൊക്കെ മലേഷ്യയിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ടോന്ന്, പിന്നെ ദുബായിൽ ഈയിടെ റോഡിലെല്ലാം എന്തോരം വെള്ളം വരുന്നു. അപ്പം കൂട്ടുകാരൻ പറയും എടാ ഇപ്പോൾ മലേഷ്യ വിട്ട് ദുബായിലായിട്ടുണ്ട് കേട്ടോ. സച്ചിയും കൂട്ടുകാരനും സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഇളയച്ചൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരുടെ തന്നെ നിന്ന് പുറപുറുക്കുന്നു. അണ്ണൻ പറയും അതല്ല, ഇവൻ എൻ്റെ കൂട്ടുകാരനാ, മലേഷ്യയിൽ നിന്ന് ചെറിയച്ചൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് കാണാനായിട്ട് വന്നതായിരുന്നു എന്ന് പറയും. ആണോ, എന്നെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അയാൾ നിന്ന് കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരവർക്ക് ഇതെന്ത് പറ്റി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ ചോദിക്കും അല്ല മലേഷ്യയിൽ നിന്ന് വന്നപ്പോഴത്തേന് കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലായിരുന്നോ ഇളയച്ചാന്ന് ചോദിക്കുമ്പോഴത്തേന് അയാൾ പറയും പിന്നെ ഞാൻ 5 കുപ്പി കൊണ്ടുവന്നായിരുന്നു, നിങ്ങൾ 3 ആമക്കളില്ലേ, അപ്പം 3 ആമക്കൾക്ക് ഓരോന്നും പിന്നെ നിങ്ങളുടെ അച്ഛനും ഒരെണ്ണമെന്ന്, ഓരോന്നും ഞങ്ങൾക്കാന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അച്ഛന് ഒരെണ്ണമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഇഷ്ടപ്പെടുന്നില്ല സച്ചിക്കൊന്നും. അച്ഛൻ കുടിക്കത്തില്ലെന്ന് പറയും. അതെന്താ കുടിച്ചാൽ എന്നെ കുഴപ്പമെന്നൊക്കെ ഇളയച്ചൻ ചോദിക്കും. അതല്ല അച്ഛൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെ പറഞ്ഞേക്കരുത്, അച്ഛമ്മയുടെ മുമ്പ് വെച്ചാൽ പറഞ്ഞിരുന്നെങ്കിൽ അടി നിങ്ങൾക്ക് ഉറപ്പാരെന്ന് പറയും. എന്നെ അടിക്കാറായോ എന്ന് ചോദിച്ച് ഇയാൾ കിടന്ന് കസർത്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേന് സച്ചിക്ക് എന്തോ സംശയമാണ് ഇയാളെ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.